ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ? ഞാനും ഇടയിലായിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോയിട്ടൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഡേ ആയിരുന്നു, ഒരു സൺഡേ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോഴാണ് കാറിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ജെയിൻ വീലുണ്ട് ലൈറ്റൊക്കെ ഉള്ളത് സംഭവം കണ്ടത് കേട്ടോ. ഞാൻ ഇതുവരെ ഈ സാധനത്തിൻ്റെ ഇടയ്ക്ക് വിട്ടിട്ടേ ഇല്ല ഡാഡും അമ്മ ഒന്നും വിട്ടിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് കയറുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നിട്ടോ. ഞാൻ ഭയങ്കര ആവേശത്തിൽ എല്ലാവരും പറഞ്ഞ് ലാസ്റ്റ് അവർ പറഞ്ഞു നാട്ടിലുള്ള സീറ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല, വേണമെങ്കിൽ പൊട്ടി പോകും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടോ. എന്നിട്ടൊന്നും ഞാൻ തിരിഞ്ഞു പോയില്ല. അങ്ങനെ തന്നെ എനിക്ക് അവിടെ തന്നെ കയറുന്ന വാശിയാണ്. ഒറ്റയ്ക്ക് കയറുന്ന വരെ ഞാൻ വിളിച്ചിട്ടാട്ടോ പോയത്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അവരെന്നെ സമ്മതിപ്പിച്ച് കൂടെ വന്ന് കയറിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത് കേട്ടോ. ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ ജോസ്. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ. കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്. പിന്നെ വടിയിട്ട് കുത്തി ഇളക്കണ പരിപാടി വേണ്ട. സൗത്തിലായാലും മറ്റുള്ളൊരു കുത്തി വേദനിപ്പിക്കുന്ന കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. All the dreams like tingle stars. The tingle stars like glowing gems. But the gems are floating like gems and sparkling. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല. നീ തീർന്നടാ. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ആകാശത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ ചെവിയെ കടഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടുന്ന ഫീലൊക്കെ ആയിട്ടോ. ഞാൻ കാവടി തുള്ളി പോയിട്ടാണെങ്കിലും തിരിച്ചെത്തിയത് കരഞ്ഞോണ്ടാണ്. അപ്പോൾ അടുത്തത് ഞങ്ങൾ വേറൊരു സാധനത്തിൽ ട്രൈ ചെയ്തു. അത് അടുത്ത ഷോർട്ടായിട്ട് കാണാം കേട്ടോ. അത്രയ്ക്കുള്ള അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.